ഡോക്ടർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തൃശൂരിൽ വൻ സ്വീകരണമാണ് നൽകിയത്. കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ അതിരൂപത പരിധിയിൽ എരുമപ്പെട്ടിയിലും തൃശൂർ നഗരത്തിലുമായിരുന്നു സ്വീകരണം ഒരുക്കിയത്. തൃശൂർ നഗരത്തിലെത്തിയ കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ജനറൽ ആശുപത്രി പരിസരത്തു നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കോർപ്പറേഷന് മുന്നിലെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ അധ്യക്ഷൻ ഡോക്ടർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥ ഈ മാസം 13-നാണ് കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിൽ നിന്നും പ്രയാണം തുടങ്ങിയത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയാണ് അവകാശ സംരക്ഷണ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തത്. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഡോക്ടർ രാജീവ് കൊച്ചുപറമ്പിൽ അവകാശ സംരക്ഷണ ജാഥ നയിക്കുന്നത്. പ്രധാനമായും 5 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ ജാഥ നടക്കുന്നത്. ജസ്റ്റിസ് JB കോശിക് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക, വിദ്യാഭ്യാസ മേഖലയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ ജാഥയിൽ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സ്വീകരണ സമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ശുശ്രൂഷ നിർവഹിക്കുന്നതെന്ന് മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. എന്നിട്ടും ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുകളിൽ കയറി നൃത്തമാടാമെന്ന മനോഭാവമാണ് പലർക്കുമുള്ളത്. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുന്നിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അവകാശങ്ങൾ ഉന്നയിച്ചിട്ടും അത് ഗൗനിക്കാത്ത സ്ഥിതി വേദനാജനകമാണെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നടന്നത് ഒരു കൊച്ചുകുട്ടിയുടെ ആവശ്യമല്ലെന്നും അതിന് പിന്നിൽ പ്രത്യേക അജണ്ടകളുള്ളതായും മാർ ടോണി നീലങ്കാവിൽ സൂചിപ്പിച്ചു. സെന്റ് റീത്ത സംഭവവും എയ്ഡഡ് സ്കൂളുകളുള്ള ഭിന്നശേഷി സംവരണ വിഷയത്തിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരേ മനസ്സോടെയും ഒരേ സ്വരത്തോടെ നിലനിന്നാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവഗണിക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതായി ബിഷപ്പ് വ്യക്തമാക്കി. ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. സെന്റ് റീത്ത സ്കൂളിൽ നടന്നത് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ആവശ്യമൊന്നുമായിരുന്നില്ല. അതൊരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടെത്തിയ നേരിട്ടനുഭവിച്ചറിഞ്ഞ ഒരു സമയമാണ്. എന്നാൽ ആ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ വോട്ടും നമ്മുടെ വോട്ടും തമ്മിൽ തുലാസിലിട്ട് തട്ടിച്ചു നോക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ ചുറ്റുവട്ടത്തും കടന്നു വരുന്നുവെന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന മൂല്യങ്ങൾ, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ നയിക്കേണ്ട ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത് നിഷേധിക്കപ്പെടുന്നതിന് ഒരേ ഒരു കാരണം വോട്ട് മാത്രമാണ്. അതൊരിക്കലും നമ്മെ ഇനിയും ആ വെട്ടുകളിലൊന്നും വീഴാൻ നമുക്കിടവരരുത്. ഇവിടെ ഈ സമീപകാലത്തെ സെന്റ് റീത്താസും നമ്മുടെ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലുള്ള നമ്മളുടെ അധ്യാപക നിയമനങ്ങളുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു മനസ്സോടുകൂടെ ഒരു സ്വരത്തിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു നേതൃത്വത്തിനും ഒരു ബ്യൂറോക്രസിക്കും നമ്മളെ അവഗണിക്കാനാകുകയില്ല. വോട്ട് ബാങ്കുകൾക്കപ്പുറത്ത് സത്യവും നീതിയും നമ്മെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം, സത്യം വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് ഈ അടുത്ത കാലത്ത് നടന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തൃശൂർ അതിരൂപതയുടെ പരിധിയിൽ വരുന്ന എരുമപ്പെട്ടിയിലും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. തൃശൂരിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, രൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപ്പാറ, പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KM ഫ്രാൻസിസ്, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രിസാലിസ് സെബാസ്റ്റ്യൻ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാനു ജോർജ് എന്നിവരും സംസാരിച്ചു. ഷെഗീന ന്യൂസ് ബ്യൂറോ, തൃശൂർ.